നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. സഖറിയാ പ്രവചനം 11-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ലബാനോനെ, നിന്റെ ദേവദാരുക്കൾ തീക്കരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വയ്ക്കുക. ദേവദാരു വീണും മഹത്തുക്കൾ നശിച്ചും ഇരിക്കയാൽ സരളവൃക്ഷമേ ഓളിയിടുക. ദുർഗമവനം വീണിരിക്കയാൽ ബാശാനിലെ കരുവേലയങ്ങളെ ഓളിയിടുവീൻ. ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുറയിടുന്നത് കേട്ടുവോ? യോർദാന്റെ മുറ്റുകാട് നശിച്ചിട്ട് ബാലസിംഹങ്ങളുടെ ഗർജനം കേട്ടുവോ? എന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: അറുപ്പാനുള്ള ആടുകളെ മേയ്ക്ക. അവയെ മേയ്ക്കുന്നവർ കുറ്റം എന്നെണ്ണാതെ അവയെ അറുക്കുന്നു. അവയെ വിൽക്കുന്നവരോ ഞാൻ ധനവാനായി തീർന്നതുകൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം എന്ന് പറയുന്നു. അവയുടെ ഇടയന്മാർ അവയെ ആദരിക്കുന്നില്ല. ഞാൻ ഇനി ദേശനിവാസികളെ ആദരിക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ മനുഷ്യരെ ഓരോരുത്തനെ അവനവന്റെ കൂട്ടുകാരന്റെ കയ്യിലും അവനവന്റെ രാജാവിന്റെ കയ്യിലും ഏൽപ്പിക്കും. അവർ ദേശത്തെ തകർത്ത് കളയും. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അവരെ രക്ഷിക്കുകയും ഇല്ല. അങ്ങനെ അറുപ്പാനുള്ള ആടുകളെ കൂട്ടത്തിൽ അരിഷ്ടത ഏറിയവയെ തന്നെ മേയിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഞാൻ 2 കോലെടുത്ത് ഒന്നിന് ഇമ്പമെന്നും മറ്റേതിന് ഒരുമ എന്നും പേരിട്ടു. അങ്ങനെ ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ 1 മാസത്തിൽ 3 ഇടയന്മാരെ ഛേദിച്ചു കളഞ്ഞു. എനിക്ക് അവരോട് വെറുപ്പ് തോന്നി, അവർക്ക് എന്നോട് നീരസം തോന്നി. ഞാൻ നിങ്ങളെ മേയ്ക്കയില്ല. മരിക്കുന്നത് മരിക്കട്ടെ, കാണാതെ പോകുന്നത് കാണാതെ പോകട്ടെ, ശേഷിക്കുന്നവ ഒന്നൊന്നിന്റെ മാംസം തിന്നുകളയട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അനന്തരം ഞാൻ ഇമ്പം എന്ന കോലെടുത്തു. ഞാൻ സകല ജാതികളോടും ചെയ്തിരുന്ന എന്റെ നിയമത്തെ മുറിക്കേണ്ടതിന് അതിനെ മുറിച്ചു കളഞ്ഞു. അത് ആ ദിവസത്തിൽ തന്നെ മുറിഞ്ഞുപോയി. അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അരിഷ്ടതയേറിയവ അത് ദൈവത്തിന്റെ അരുളപ്പാട് എന്ന് ഗ്രഹിച്ചു. ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവീൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്റെ കൂലിയായ 30 വെള്ളിക്കാശ് തൂക്കിത്തന്നു. എന്നാൽ യഹോവ എന്നോടത് ഭണ്ഡാരത്തിൽ ഇട്ട് കളക. അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില തന്നെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ട് കളഞ്ഞു. അനന്തരം ഞാൻ യഹൂദയും ഇസ്രയേലും തമ്മിലുള്ള സഹോദരത്വം ഭിന്നിപ്പിക്കേണ്ടതിന് ഒരുമ എന്ന മറ്റേ കോൽ മുറിച്ചു കളഞ്ഞു. എന്നാൽ യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഇനി ഒരു തുമ്പുകെട്ട ഇടയന്റെ കോപ്പ് എടുത്തുകൊള്ളുക. ഞാൻ ദേശത്തിലൊരു ഇടയനെ എഴുന്നേൽപ്പിക്കും. അവൻ കാണാതെ പോയവയെ നോക്കുകയോ ചെതറിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ പൊറുപ്പിക്കുകയോ ദീനം ഇല്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ തടിച്ചവയുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളയുകയും ചെയ്യും. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന തുമ്പുകെട്ട ഇടയനയ്യോ കഷ്ടം. അവന്റെ ഭുജത്തിനും വലങ്കണ്ണിനും വരൾച്ച. അവന്റെ ഭുജം അശേഷം വരണ്ടും വലങ്കണ്ണ് അശേഷം ഇരുണ്ടും പോകട്ടെ. സഖറിയാ പ്രവചനം 11-ാം അധ്യായം പ്രസിദ്ധമാണ്. കാരണം യേശുവിനെ ഒറ്റിക്കൊടുത്ത 30 വെള്ളിക്കാശിനെ കുറിച്ച് 12-13 വാക്യങ്ങൾ പ്രവചിച്ചിരിക്കുന്നു. യൂദ മഹാപുരോഹിതന്മാരെ, അല്ലെങ്കിൽ അതെ, അന്നത്തെ മഹാപുരോഹിതന്മാരെയും മൂപ്പന്മാരെയൊക്കെ സമീപിച്ച് ഞാനും അവനെ കാണിച്ചു തരാം, 30 വെള്ളിക്കാശ് പറഞ്ഞൊത്തു. എന്നാൽ യൂദ വിചാരിച്ചത് യേശു ഇതുവരെ അത്ഭുതം ചെയ്തു, അതുകൊണ്ട് യേശു രക്ഷപ്പെടും. പലപ്പോഴും യേശുവിന്റെ നാമത്തിൽ ആളുകൾ കൊടുക്കുന്നത് പണസഞ്ചി സൂക്ഷിച്ചിരുന്ന യൂദ അതിൽ നിന്ന് എടുത്തു പോന്നു. പക്ഷേ യേശു ഒന്നും പറഞ്ഞിരുന്നില്ല. യേശു അറിഞ്ഞിരുന്നില്ലെന്നാണ് യൂദ വിചാരിച്ചത്. അതുകൊണ്ട് ഇത് യേശു അറിയുകയില്ല. തന്നെയല്ല, യേശുവിനെ പിടിക്കാൻ വന്നാൽ യേശു രക്ഷപ്പെടും. നസറത്തിൽ നിന്ന് യേശു രക്ഷപ്പെട്ടു, ഗദരദേശത്തു നിന്ന് യേശു രക്ഷപ്പെട്ടു. തീർച്ചയായിട്ടും
യേശു രക്ഷപ്പെടും എന്ന് വിചാരിച്ച് യൂദ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. പക്ഷെ യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കുറ്റബോധം ഉണ്ടായി. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചില്ലായിരുന്നെങ്കിൽ കുറ്റബോധം ഉണ്ടാകത്തില്ല. സാഹചര്യം പ്രതികൂലമായി ആളുകൾ അറിയുമല്ലോ, നാണക്കേടാകുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ആ പണവുമായിട്ട് മഹാപുരോഹിതന്മാരുടെ അടുക്ക വന്നു. ഞാന് കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തു, അതുകൊണ്ട് ഈ പണം നിങ്ങൾ തിരികെ വാങ്ങണം. അവര് പറഞ്ഞു, നീ നിന്റെ കാര്യം നോക്കുക. അവൻ ആ ശ്രീഭണ്ഡാരത്തിന്റെ മുമ്പിൽ ഈ പൈസ വലിച്ചെറിഞ്ഞു. അപ്പൊ മഹാപുരോഹിതന്മാർ പറയുന്നത് ഈ രക്തവിലയാണ്, അത് ശ്രീഭണ്ഡാരത്തിൽ ഇടാൻ കൊള്ളുകയില്ല എന്നാണ്. അപ്പോൾ ആ ഭണ്ഡാരത്തിന്റെ കാര്യവും 30 വെള്ളിക്കാശിന്റെ കാര്യവും ഒക്കെ എഴുതിയിട്ടുള്ള അധ്യായമാണ് ഈ 11-ാം അധ്യായം. 10-ാം അധ്യായത്തിൽ ദൈവം അനുഗ്രഹ വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും അത് ഏറ്റെടുക്കുവാൻ തങ്ങളെ തന്നെ ഒരുക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല. അവർ വചനത്തെ ഉപേക്ഷിക്കുകയും പ്രവാചകന്മാരെ കൊല്ലുകയും അവസാനം മശിക്കയെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ മനഃപൂർവ്വ ദൈവ നിഷേധ നിമിത്തം തെക്ക് മുതൽ വടക്ക് വരെയുള്ള പർവ്വതങ്ങളിൽ ദൈവം തീ അയക്കുമെന്നാണ് 1 മുതലുള്ള വാക്യങ്ങൾ. ഇത് ശത്രു രാജ്യങ്ങളുടെ കവർച്ചാകാലത്ത് സംഭവിക്കുന്നതാകാം. കാട് മാത്രം കത്തിപ്പോകും എന്നല്ല, മറിച്ച് അവിടെയുള്ള പട്ടണങ്ങളും നിവാസികളും ഒക്കെ ദൈവകോപത്തിനിരയായിത്തീരും എന്നാണ്. ഏതായാലും നീണ്ട 400 വർഷങ്ങൾ പ്രവാചകന്മാരില്ലാതെയും ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഇല്ലാതെയും അന്ധകാരത്തിൽ ഇസ്രായേൽ കഴിയുവാൻ ഇടയായി. 4-ാം വാക്യത്തിൽ സെഖര്യാവിനോട് അറുക്കുവാനുള്ള ആടുകളെ മേയ്ക്ക എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം റോമാക്കാരുടെ പീഡയ്ക്ക് വിധേയരാകേണ്ട ഇസ്രായേലിനെ നീ തൽക്കാലം മേയ്ക്കുക എന്നാണ്. എന്നാൽ അവസാന സന്ദേശം 6-ാം വാക്യം മുതൽ ഇവരെ ആദരിക്കാത്ത ഒരു തുമ്പുകെട്ട ഇടയനുണ്ടാകും എന്നാണ്. ഇസ്രായേലിന്റെ 400 വർഷത്തെ അന്ധകാര കാലത്തിന് ശേഷം അവരെ മേയ്ക്കാൻ വന്ന അവസാന ഇടയൻ യേശുവായിരുന്നു. യേശുവിനെ തള്ളിക്കൊണ്ട് അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് കൈസറല്ലാതെ രാജാവില്ല, ഇവനെ കുരിശിക്കാം, ഇവൻ മരണയോഗ്യൻ എന്നാണ്. ആ കൈസറാണ് അവരുടെ ദേവാലയം തകർത്ത് കളഞ്ഞതും ജനത്തെ ഉന്മൂലനാശം വരുത്തിയത്. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ലോകത്തിന് നാനാഭാഗത്തേക്ക് ചിതറപ്പെടുന്ന ഇസ്രായേലിനെ ദൈവം മടക്കി വരുത്തി തുമ്പുകെട്ട ഇടയനെ ഏൽപ്പിക്കുമെന്നാണ്. ദൈവനാമത്തിൽ വന്ന യേശുവിനെ അവർ സ്വീകരിച്ചില്ല, എന്നാൽ സ്വന്തം നാമത്തിൽ വരുന്ന ഒരുവനെ സ്വീകരിക്കും എന്ന് യേശുവും പറഞ്ഞിരുന്നല്ലോ. ഇസ്രായേലിനെ ചുറ്റുമുള്ള ജാതികൾ ആക്രമിക്കുമ്പോൾ ഒരു പ്രബലനായ നേതാവ് അവരുടെ രക്ഷയ്ക്ക് ഓടിയെത്തും. അവന് മശിഹ ആയിരിക്കും എന്ന് വിചാരിച്ച് അവന് വലിയ ആദരവ് കൽപ്പിക്കും. പക്ഷേ ഏറെ താമസിയാതെ അവന്റെ കള്ളി വെളിച്ചത്താകും. അവന് മശിഹ അല്ല എന്ന് അവന്റെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ ഇസ്രായേലിന് ബോധ്യമാകും. അപ്പോഴായിരിക്കും അവര് സാക്ഷാൽ മശിഹയായ യേശുവിനെ കുറിച്ച്, യേശുവിനെ കുത്തിയത്, യേശുവിന്റെ തലയിൽ മുൾമുടി വെച്ചത്, അവന്റെ വസ്ത്രം പറിച്ചെടുത്തത്, അവന് തുപ്പിയതൊക്കെ ഓർക്കുന്നത്. അങ്ങനെ അവർ അനുദപിച്ച് യേശുവിലേക്ക് മടങ്ങി വരുവാൻ ഇടയാകും എന്നാണ് ഈ 11-ാം അധ്യായം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്നേഹിക്കാൻ, അനുസരിക്കാൻ, ആരാധിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അതിന് ദൈവം ഇടയാക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.